ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ആധുനിക കൃഷി രീതികൾ എന്ന ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അധിക മഴ, ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഒരുപാട് മഴയുള്ള കാലാവസ്ഥയല്ലേ. ഈ അധിക മഴ കാരണവും കീടാണുക്കളുടെ ഉപദ്രവം കാരണവും മണ്ണിൻ്റെ ഘടനകൾ മാറുന്നത് കാരണവും പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് ഫലപ്രദമാകുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആധുനിക കൃഷി രീതികൾ പിന്തുടരുന്നുണ്ട്. ആ ആധുനിക കൃഷി രീതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഒരു വാർത്തയെക്കുറിച്ചാണ്. ഇതിലൊരു കർഷകൻ പാവൽ കൃഷി തുടങ്ങി. ശക്തമായ മഴ കാരണം ആ പാവൽ കൃഷിക്ക് മതിയായ വിളവ് കിട്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണ്? ഇതാണ് പരമ്പരാഗത കൃഷി രീതികളുടെ പോരായ്മകൾ. കാലാവസ്ഥ മാറുന്നതും മണ്ണിൻ്റെ ഘടന മാറുന്നതും എല്ലാം അവയെ ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഫോളോ ചെയ്യുന്ന ചില ആധുനിക കൃഷി രീതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു കൃഷി രീതിയുടെ ചിത്രമാണ് നമ്മൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ കൃഷി രീതിയുടെ പേരാണ് പോളിഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ പോളിഹൗസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റ് കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്ന ഒരു സംവിധാനമാണ് പോളി ഹൗസ് എന്ന് പറയുന്നത്. ഈ പോളി ഹൗസിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്യുന്നതിനെയാണ് പോളി ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ പോളി ഹൗസിൻ്റെ ഉള്ളിൽ താപനിലയും ഈർപ്പവും സ്ഥിരമായി ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സസ്യ വളർച്ച വേഗത്തിലാക്കാനും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു ദോഷവും ഉണ്ടാവാതിരിക്കാനും അത് സഹായകമാകും. അതുപോലെ തന്നെ ഇങ്ങനെ മറച്ചു വെച്ചാൽ അതിന് ആവശ്യമായ വെള്ളം എങ്ങനെ കിട്ടുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പം വെള്ളം കിട്ടുന്നത് തുള്ളി നനയിലൂടെയാണ്. ഈ തുള്ളി നനയിലൂടെ കൊടുക്കുന്ന വെള്ളത്തിൽ ഈ സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ലയിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിന് അധികമായിട്ടുള്ള മറ്റു വളങ്ങൾ ആവശ്യമില്ല. പിന്നെ ഈ പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പോളി ഹൗസ് ഫാമിങ്ങിൽ നേരത്തെ ചിത്രം കണ്ടില്ലേ, അത് മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ കീടങ്ങൾ, പുറത്തു നിന്നുള്ള കീടങ്ങൾ അകത്തേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ കൃഷിക്ക് ദോഷകരമായി ബാധിക്കുകയില്ല. പിന്നെ നമ്മൾ വിചാരിക്കും, ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പോളി ഹൗസ് ഫാമിംഗ് ഭയങ്കര ചിലവേറിയ ഒരു ഫാമിംഗ് ആണ്, കാരണം ഈ കവറും ഒക്കെ ഉണ്ടാക്കണമല്ലോ. പക്ഷേ ഇത് തുടക്കത്തിൽ കുറച്ച് ചിലവുണ്ടെങ്കിലും സാധാരണ കൃഷിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് വിളവ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ വർഷം സാധാരണ കൃഷിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് വിളവ് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കൊല്ലം ഒരു പോളി ഹൗസ് ഉണ്ടാക്കിയാൽ ഒരു 10 കൊല്ലത്തോളം നമുക്ക് അതേ പോളി ഹൗസ് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ സാധാരണ കൃഷിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി വിളവ് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ആധുനിക കൃഷി രീതി എന്ന് പറഞ്ഞാൽ പോളി ഹൗസ് ഫാമിംഗ് ആണ്. ഇവിടെ 2 പോളി ഹൗസ് ഫാമിങ്ങിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് ഒരു പോളി ഹൗസിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചിത്രമാണ്, രണ്ടാമത്തേത് പുറത്തു നിന്നുള്ള ചിത്രം. ഇത് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ആധുനിക കൃഷി രീതിയുടെ ചിത്രമാണ് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരാണ് പ്രിസിഷൻ ഫാമിംഗ്. നിങ്ങളുടെ നാട്ടിലെവിടെയെങ്കിലും ഇത്തരം കൃഷി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തൊക്കെയായിരിക്കും ഈ കൃഷി രീതിയുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, മണ്ണിൻ്റെ pH, ജലസാന്നിധ്യം എന്നിവയെല്ലാം കൃത്യമായി മനസ്സിലാക്കി മണ്ണിനെ സംരക്ഷിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മുകളിലത്തെ ചിത്രം കണ്ടില്ലേ, ഇതിൽ മണ്ണിനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട്, പ്ലാസ്റ്റിക് അല്ല പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മണ്ണിനെ പൊതിഞ്ഞിട്ടുണ്ട്. എന്തിനായിരിക്കും മണ്ണിനെ പൊതിഞ്ഞിട്ടുണ്ടാവുക? ആ കൃഷി ചെയ്ത ആ ഭാഗത്തെ മണ്ണാണ് പൊതിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു കൃഷി ചെയ്യുന്നതിന് മുൻപ് ആ മണ്ണിലെ ജലാംശവും അളവും pH എല്ലാം നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ളത് ആ കൃഷിക്ക് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അധികമായിട്ടുള്ള ഒന്നും അതിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയാണ് ആ മണ്ണിനെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികമായ മഴ കിട്ടുമ്പോഴോ അതിൻ്റെ ഉള്ളിലോട്ട് ആവശ്യമില്ലാത്ത വെള്ളം എത്തില്ലല്ലോ, ആവശ്യമുള്ള വെള്ളം മാത്രമല്ലേ എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അതാണ്. പിന്നെ ആധുനിക സാങ്കേതികം ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഈ കൃഷി രീതിയിൽ എല്ലാ വിളകളും ഉപയോഗിക്കാൻ പറ്റില്ല. മണ്ണിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് ആ മണ്ണിൽ ഏത് കൃഷിയാണോ ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടെത്തി മാത്രമേ ഈ ഫാമിംഗ് നമുക്ക് നടത്താൻ പറ്റൂ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിഞ്ഞ് ജലസേചനം പരിമിതപ്പെടുത്തുന്ന സാഹചര്യം, ആവശ്യത്തിന് മാത്രം ജലസേചനം കൊടുക്കുന്ന രീതി. ഇതിന് ആവശ്യമായ ജലം കിട്ടുന്നത് തുള്ളി നനയിലൂടെയാണ്.
പിന്നെ ഈ പോളിത്തീൻ ഷീറ്റ് ഇങ്ങനെ കവർ ചെയ്തത് കാരണം ഇതിൽ നമ്മൾ കൃഷി ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് സാധാരണ കൃഷിയാണെങ്കിൽ കൃഷി ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ചെന്നാൽ കളകൾ മൊത്തം വളർന്നിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ പോളിത്തീൻ ഷീറ്റ് മൂടുന്നത് കാരണം അവിടെ കളകൾ ഉണ്ടാവാതിരിക്കും. കളകളെ നിയന്ത്രിക്കാനും ഈ കൃഷി സഹായകമാണ്. ഇപ്പം നമ്മൾ പഠിച്ചത് ഏത് കൃഷിയെക്കുറിച്ചാണ്? പ്രിസിഷൻ ഫാമിങ്ങിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? അതെ, ഒരു പാടത്തിൻ്റെ സൈഡിൽ കുറേ വേസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ വേസ്റ്റ് ഇട്ടിരിക്കുന്നത് കാരണം ആ കൃഷിക്ക് എന്തെങ്കിലും ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഇങ്ങനെ വേസ്റ്റ് ഒരു സ്ഥലത്ത് കൂട്ടി കൂട്ടി ഇടുന്നത് കാരണം അത് ആ മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്നുണ്ട്. ആ കൃഷികളെ ദോഷകരമായി ബാധിക്കും. ഇപ്പോൾ ഒരു കുറച്ച് സ്ഥലത്ത് ഇപ്പോൾ വേസ്റ്റ് ഉള്ളൂ, പക്ഷേ 4-5 കൊല്ലം കഴിയുമ്പോൾ ആ പാടം മൊത്തം വേസ്റ്റ് ആയിരിക്കും. ആ പാടത്തിൻ്റെ മൊത്തം ഘടന മാറും. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഈ സമൂഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് കെട്ടിടങ്ങളാണ്, ഫ്ലാറ്റുകളാണ്. ഈ ഫ്ലാറ്റുകളിലൊന്നും മണ്ണ് കിട്ടാനില്ല ഇല്ല കൃഷി ചെയ്യാൻ. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലും ചില രീതികളിൽ ചില ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അത്തരം 2 സാങ്കേതിക വിദ്യകളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സാങ്കേതിക വിദ്യയുടെ ചിത്രമാണ് ഇത് കൊടുത്തത്. ഇപ്പോൾ ഈ ചിത്രം കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ, കുറേ ഓസുകളുണ്ട്, അതിൻ്റെ ഉള്ളിലോട്ട് ചെടികളെ ഇറക്കി വെച്ചിട്ടുണ്ട്, അങ്ങനെയല്ലേ തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം. ഈ കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. അപ്പോൾ ഈ ചിത്രം കണ്ടോ? ഈ ചെടികളെല്ലാം എവിടെയാണ് കിടക്കുന്നത്? ഒരു ഓസിൻ്റെ ഉള്ളിലാണ്. ആ ഓസിൻ്റെ ഉള്ളിലൂടെ റെഗുലറായിട്ട് എന്ത് നടക്കുന്നുണ്ട്? വെള്ളം പാസ് ചെയ്യുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചെടികൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ആ വെള്ളത്തിലുണ്ട്. റെഗുലറായിട്ട് ആ പോസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെള്ളം കടന്നു പോകുന്നത് കാരണം ചെടികൾക്ക് വേരിൻ്റെ സഹായത്തോടെ ആ വെള്ളത്തിൽ നിന്നും അവർക്ക് ആവശ്യമായ പോഷകങ്ങളെ വലിച്ചെടുക്കാൻ സാധിക്കും. അവിടെ ആരുടെ റോളില്ല, മണ്ണിന് ആവശ്യമില്ല. അതുകൊണ്ട് മണ്ണില്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കൃഷി രീതിയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഈ കൃഷി രീതിയുടെ പ്രത്യേകത എന്താണ്? മറ്റേത് ഓസിൻ്റെ ഉള്ളിൽ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ കൃഷി രീതിയിലോ നേരെ എയറിലോട്ടാണ് വേര് ഇറങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃഷി രീതിയുടെ പേരാണ് എയ്റോപോണിക്സ് എന്ന് പറയുന്നത്. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയാണ് എയ്റോപോണിക്സ്. എയ്റോപോണിക്സിൻ്റെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? ഇതിൽ വേരുകൾ നേരെ വായുവിലേക്കാണ് വേര് ഇറങ്ങിയിരിക്കുന്നത്. അതിനോട്ട് എങ്ങനെയാണ് പോഷകങ്ങൾ കിട്ടുന്നത്? ആവശ്യാനുസരണം ഒരു ദിവസം ഇത്ര സമയം എന്ന രീതിയിൽ ആ വേരുകളിലോട്ട് സ്പ്രേ ചെയ്യാം. പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ള വെള്ളം വേരുകളിലേക്ക് സ്പ്രേ ചെയ്താണ് ഇതിന് പോഷകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ് രണ്ടെണ്ണം? എയ്റോപോണിക്സ് ആൻഡ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് 4 ആധുനിക കൃഷി രീതികളാണ്. ഏതൊക്കെയാണ്? പോളി ഹൗസ്, പ്രിസിഷൻ ഫാമിങ്, എയ്റോപോണിക്സ്, ഹൈഡ്രോപോണിക്സ്. അപ്പോൾ താങ്ക് യു.